ജാഗ്രത തന്നെയാണ് പ്രധാനം. അപ്പോൾ ജാഗ്രത ഈ കാര്യത്തിൽ പാലിക്കണമെങ്കിൽ എന്താണ് നിപ്പയുമായി ബന്ധപ്പെട്ട സാഹചര്യം, അത് എങ്ങനെ ഉണ്ടാകുന്നു, ആ വൈറസിന്റെ സ്വഭാവം എന്താണ്, ഇത് കൂടി അറിയേണ്ടതുണ്ട് നമ്മൾ. കോഴിക്കോട് ജില്ലയിൽ വീണ്ടും നിപ്പ വൈറസ് ബാധ സ്ഥിരീകരിച്ചതോടെ അതീവ ജാഗ്രതയിൽ സംസ്ഥാനം ഒന്നാകെ മാറിയിട്ടുണ്ട്. വീണ്ടും വെല്ലുവിളി നേരിടുമ്പോൾ എന്തൊക്കെയാണ് നിപ്പയ്ക്കെതിരെ എടുക്കേണ്ട മുൻകരുതലുകൾ, എങ്ങനെയാണ് ഈ വൈറസ് ബാധയെ പ്രതിരോധിക്കേണ്ടത്, എവിടെയാണ് ഇതിന്റെ ഉത്ഭവം നോക്കാം. വിഷ്ണു എസ് വിജയൻ തയ്യാറാക്കിയ എക്സ്പ്ലെയിനർ. 2018 കേരളത്തെ മുൾമുനയിൽ നിർത്തിയ നിപ്പ വൈറസ് വീണ്ടും എത്തിയിരിക്കുകയാണ്. സർവ്വവ്യാപിയായി പടർന്നു പിടിക്കാതെ ഈ രോഗത്തെ തടഞ്ഞു നിർത്താനായതാണ് നമ്മുടെ ചരിത്രം. എങ്ങനെയാണ് നിപ്പ പടരുന്നതെന്ന് പരിശോധിക്കാം. ഹെനിപ്പ വൈറസ് ജനുസിലെ RNA വൈറസുകളാണ് നിപ്പ വൈറസുകൾ. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരുന്ന സൂണോറ്റിക് ഡിസീസ് വിഭാഗത്തിലാണ് നിപ്പയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പഴവർഗ്ഗങ്ങൾ ഭക്ഷിച്ച് ജീവിക്കുന്ന വവ്വാലുകളാണ് വൈറസിന്റെ പ്രകൃതിദത്ത വാഹകർ. വവ്വാലുകൾ ഭക്ഷിച്ചുപേക്ഷിക്കുന്ന ഫലങ്ങളിലൂടെ രോഗം പകരുന്നു. നിപ്പ വൈറസ് ബാധിച്ച രോഗിയുടെ ശരീരസ്രവങ്ങൾ വഴിയും രോഗം പകരാം. തുമ്മുമ്പോഴും മറ്റും അന്തരീക്ഷത്തിലൂടെയും രോഗം പകരാം. തലച്ചോറിനെയും ഹൃദയത്തെയും മറ്റും ബാധിക്കുന്നതാണ് മരണകാരണമാകുന്നത്. ഇനി എന്താണ് നിപ്പയുടെ പ്രധാന ലക്ഷണങ്ങളെന്ന് നോക്കാം. വൈറസ് ശരീരത്തിനുള്ളിലെത്തിയാൽ 5 മുതൽ 14 ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. കടുത്ത പനി, തലവേദന, തലകറക്കം, ബോധക്ഷയം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ചുമ, വയറുവേദന, ഛർദി, ശ്വാസതടസ്സം എന്നിവയും ഉണ്ടാകും. സ്രവ പരിശോധനകളിലൂടെയാണ് രോഗം സ്ഥിരീകരിക്കുന്നത്. വവ്വാലുകളുടെ പ്രജനന കാലഘട്ടത്തിലാണ് വൈറസ് പുറത്തേക്കെത്തുന്നത്. ഇനി പ്രതിരോധ മാർഗങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. വവ്വാലുകൾ കടിച്ച പഴങ്ങൾ ഒഴിവാക്കുക എന്നതാണ് പ്രധാനം. രോഗിയുമായി സമ്പർക്കമുണ്ടായതിനു ശേഷം കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകുക. വൈറസ് ബാധിച്ചവരുമായി 1 മീറ്ററെങ്കിലും ദൂരം പാലിക്കുക. രോഗിയുമായി ഇടപഴകുമ്പോൾ മാസ്കും PPE കിറ്റും ഉപയോഗിക്കുക. കൃത്യമായ വാക്സിനോ പ്രത്യേക മരുന്നോ ലഭ്യമല്ലെങ്കിലും മികച്ച സപ്പോർട്ടീവ് കെയറും മോണോക്ലോണൽ ആന്റിബോഡികൾ ഉൾപ്പെടെയുള്ളവയും ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നുണ്ട്. ജാഗ്രതയോടെ നേരിട്ടാൽ ഈ വൈറസിനെ നമുക്ക് പടിക്ക് പുറത്തു നിർത്താം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.